വെൽക്കം ടു ലേൺ വൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇഗ്നു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് BA ഹിസ്റ്ററി എടുത്തിട്ടുള്ള ഫസ്റ്റ് ഇയർ ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ രണ്ടും, അതായത് BA ഹിസ്റ്ററി 4 ഇയർ കോഴ്സ് എടുത്തിട്ടുള്ളവര്, അതായത് BAFHI എടുത്തിട്ടുള്ളവരും, അതേപോലെ തന്നെ BAHIS 3 ഇയർ കോഴ്സ് എടുത്തവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്സ് ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഇയർ എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ BA ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ എങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആതിര പരമേശ്വരൻ, ലേൺ വൈസിന്റെ ഹിസ്റ്ററി വിഭാഗം മെന്റർ കം ഫാക്കൽറ്റി ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഭാവിയിലെ ചരിത്രകാരന്മാരാണല്ലേ. BA ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഹിസ്റ്റോറിയൻസ് എന്നുള്ളൊരു ലാബിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏൻഷ്യന്റ് പീരിയഡ് എങ്ങനെയായിരുന്നു ഇന്ത്യയിലും ഓൾ ഓവർ യൂറോപ്പിലും വേൾഡ് ആ ഒരു സിനാരിയോയിലും എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ കോർ പേപ്പേഴ്സിൽ നോക്കും. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന നമുക്ക് എപ്പോഴും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പിരിറ്റ് വേണം. ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്ന് നമുക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വേണം. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പഴയ സിവിലൈസേഷൻസിനെയൊക്കെ മനസ്സിലാക്കാനും ഭയങ്കര വണ്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. അവർ ഒരുപാട് ആ ഒരു സമയത്ത് തന്നെ പ്രോഗ്രസ്ഡ് ആണ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ പേപ്പറിൽ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് എക്സാം ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇഗ്നു എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ലേണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എങ്ങനെയാണ് ഇഗ്നു എക്സാമിന്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പഠിക്കുന്നു, ഒരുപാട് അറിവുണ്ട്, നമ്മൾ ഓൾറെഡി ചിലപ്പോൾ വെൽ പ്രിപ്പയർഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ എക്സാം എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് നമ്മുടെ റിസൾട്ടിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന്റെ പാറ്റേൺ ആൻഡ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇഗ്നു എക്സാംസിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഏതൊരു സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻവയറോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പർ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പൊ നിങ്ങൾ BAHIH എടുത്തിട്ടുള്ള ലേണേഴ്സ് ആയിക്കോട്ടെ, BAFHI എടുത്തിട്ടുള്ള ലേണേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ എഴുതുന്ന എല്ലാ എക്സാംസും എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്, സബ്ജക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോർ സബ്ജക്റ്റുകൾക്കെല്ലാം തന്നെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. 20 മാർക്ക് വരുന്ന ലോങ് എസ്സേസും 10 മാർക്സ് വരുന്ന ഷോർട്ട് എസ്സേസും. ഇപ്പൊ 20 മാർക്ക് വരുന്ന ലോങ് എസ്സേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നെ പലപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. റൈറ്റ് ആൻ എസ്സേ ഇൻ 500 വേർഡ്സ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, കൃത്യമായിട്ട് 500 വേർഡ്സിൽ തന്നെ നമ്മൾ ആൻസർ എഴുതാനായിട്ട് നോക്കണം. ഈ 500 വേർഡ്സിന്റെ എസ്സേ എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ്, ഒരു 4 പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 8 സൈഡ് വരുന്ന രീതിയിൽ എഴുതാനുള്ളതായിരിക്കണം ലോങ് എസ്സേസ് എന്ന് പറയുന്നത്. ഒരു എസ്സേക്ക് 20 മാർക്കാണ്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ പേപ്പറിൽ ഇടണം. ഒരു പേപ്പറിൽ നമുക്ക് ഒരു 5 മാർക്കെങ്കിലും ഇടണം അല്ലെ. നമ്മൾ എഴുതുന്നത് ഒരു തിയറി പേപ്പർ ആണ്, ഒരിക്കലും ഒരു പ്രോബ്ലം പേപ്പർ അല്ല. പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ ഔട്ട്പുട്ട് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ തിയറി പേപ്പറിന് എപ്പോഴും എന്താണ്, നമ്മൾ എത്ര എഴുതിയാലും മാക്സിമം ഒരു 80 എബവ് കിട്ടാനുള്ള സാധ്യത റെയർ ആണ്. ഇത്രയും മനോഹരമായിട്ട് എഴുതെങ്കിലും നമുക്കൊരു 90 വരേക്ക് നമുക്ക് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോങ് എസ്സേസിന് ആൻസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ വേണം നമ്മൾ ആ ടോപ്പിക്സ് എഴുതുന്നതിനായിട്ട്. അതായത് ലോങ് എസ്സേസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആ ഒരു ടൈപ്പ് തന്നെയായിരിക്കും, അത്യാവശ്യം എഴുതാനുള്ള രീതിയിൽ തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BHIC 101 സോഴ്സസ് എന്നുള്ള ഒരു പോർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് സോഴ്സസ് എന്ന് എഴുതാനുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള സോഴ്സസ് ആണ് നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് എഴുതാനുണ്ട്. അതേപോലെ തന്നെ ഈ സോഴ്സസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും നമുക്ക് എഴുതാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് കവർ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം എന്താണ്, ഒരു 20 മാർക്കിനുള്ള എസ്സേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലോങ് എസ്സേസ് വരുന്നുണ്ട്, 500 വേർഡ്സിന്റെ എസ്സേസ്. അതേപോലെ തന്നെ എന്താണ്,
10 മാർക്സിന്റെ ഷോർട്ട് എസ്സേസും വരുന്നുണ്ട്. ഈ 10 മാർക്കിന്റെ ഷോർട്ട് എസ്സേസ് ഇപ്പൊ ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകൾ, കോർ കോഴ്സുകൾ അല്ലെങ്കിൽ 6 ക്രെഡിറ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മെയിൻ ആയിട്ടും 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ ഏതെങ്കിലും 2 ഓപ്ഷനെ പറ്റിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻ, അതായത് 2 ഓപ്ഷൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ടായിരിക്കും മിക്കതും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2-2.5 പേജെങ്കിലും വരുന്ന രീതിയിൽ ആ ഷോർട്ട് ആൻസർ എന്ത് ചെയ്യണം, നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയും ഒരു മിനി എസ്സേ ടൈപ്പിൽ തന്നെ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ദെൻ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ബോഡി പാർട്ട് കൊടുക്കണം, ദെൻ അതിനെ കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ദി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. നമ്മൾ പോയിന്റ്സ് ആയിട്ടാണ് എഴുതുന്നെങ്കിൽ പോലും അവിടെയും എന്താണ്, കുറച്ച് എക്സ്പ്ലനേഷൻ വേണം. ഇപ്പൊ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ്, 250 മാർക്സിനൊക്കെയാണ് പലപ്പോഴും ചോദിക്കുക. മീൻസ് 250 വേർഡ്സ്, സോറി മാർക്കല്ല, 250 വേർഡ്സിലാണ് നമ്മൾ അത് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു എക്സാം പാറ്റേൺ സ്ട്രക്ചർ വരുന്നത്. EVS-ലാണെങ്കിൽ, അതായത് എൻവയോൺമെന്റൽ സ്റ്റഡീസിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ആൻസേഴ്സ്, നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എടുത്ത് എഴുതുക എന്നുള്ളത്. ബാക്കിയെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആണ്, നമുക്ക് ഈ ഓരോ പേപ്പറിനും എത്ര മാർക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്താണ്, ആ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള ഹിസ്റ്ററി പേപ്പറുകൾക്ക് എപ്പോഴും നമുക്ക് 6 ക്രെഡിറ്റ് ആണ്, അതായത് 100 മാർക്കിലാണ് ആ എക്സാംസ് വരുന്നത്. ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒന്നാണ്. അതേപോലെ തന്നെ എന്താണ്, ബാക്കിയുള്ള എലക്ടീവ് പേപ്പേഴ്സും അതെ നമുക്ക് എന്താണ് 6 ക്രെഡിറ്റിലാണ് വരുന്നത്. അത് നമുക്ക് എന്താണ് 6 ക്രെഡിറ്റിൽ ആൻസർ ചെയ്യുക, 100 തന്നെയാണ് നമുക്ക് വരുന്നത്. എന്നാൽ നമ്മുടെ മറ്റു പല സ്കില്ലബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളൊക്കെ വരുമ്പോൾ പലതിനും എന്താണ് 4 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് 50-ലായിരിക്കും മാർക്ക്. അപ്പൊ ആ ക്രെഡിറ്റിനനുസരിച്ചിട്ട് സബ്ജക്റ്റുകളെ പഠിക്കാനുള്ള സമയം നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഹിസ്റ്ററി പേപ്പറുകൾക്കും അതേപോലെ തന്നെ എലക്ടീവ്സിനും നമുക്ക് വാസ്റ്റ് കണ്ടന്റ് കവർ ചെയ്യണം. അതുകൊണ്ടാണ് അത് 6 ക്രെഡിറ്റിന് വരുന്നത്. അപ്പൊ അതിന് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ലെസ് ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട്സുകൾ, അതായത് സ്കില്ലബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളൊക്കെ തന്നെ എന്താണ് അതിനനുസരിച്ച് സമയം നമ്മൾ കൊടുത്ത് പഠിക്കുക. കാരണം നമുക്ക് അതെന്താണ് 4 ക്രെഡിറ്റ്സിന് എക്സാം അറ്റൻഡ് ചെയ്താൽ മതി, 50 മാർക്കാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പോർഷൻസേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. പക്ഷെ പോർഷൻസ് കവർ ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും എത്താനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇഗ്നു സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നു അവരുടെ പഠിക്കാനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, പലപ്പോഴും കുറച്ച് ഒരു എന്താ വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് തോന്നിയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ലേൺവൈസിന്റെ ലേണേഴ്സിന് അതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസുകളൊക്കെ ഉണ്ട്. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഈ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഒരു പരിധി വരെ എന്താ പറയാ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാന്നുള്ളത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേൺവൈസ് തന്നെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ PYQ അനാലിസിസിന്റെ നെക്സ്റ്റ് സെഷൻ ഒക്കെ ഇനി അപ്കമിങ് ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. കുറച്ച് പേപ്പേഴ്സിന്റെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ദെൻ അതിന്റെ ഒരു ലൈക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും അതെല്ലാം. അപ്പൊ അതെല്ലാം കാണാം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയി ചോദിച്ചു വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. അത് എഴുതാനുള്ള ഒരു എസ്സേ വരുമ്പോൾ എഴുതാനുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെ ഫുള്ളി ആ പോർഷൻസ് മസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കാം. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ചെയ്യാനേ പാടില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. അത് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സബ്ജക്ട് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെ നോക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കോർ ഹിസ്റ്ററി പേപ്പേഴ്സ്, നമ്മുടെ ഹിസ്റ്ററി പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ BA ഹിസ്റ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ BA
BAHIH എടുത്തവർക്കാണെങ്കിൽ എന്താണ് 4 കോർ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. BHIC 101, 102, 103, 104. അതായത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1, സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യന്റ് വേൾഡ്, ദെൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2, ദെൻ സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിഡീവൽ വേൾഡ് എന്നുള്ള പേപ്പർ. അപ്പൊ ഈ ഒരു 4 പേപ്പറിലൂടെ നമ്മൾ എന്താണ് ഏൻഷ്യന്റ് ഇന്ത്യ, അതേപോലെ ഏൻഷ്യന്റ് യൂറോപ്പ്, ദെൻ അതേപോലെ ഏർലി മിഡീവൽ ഇന്ത്യ, അതേപോലെ ഏർലി മിഡീവൽ യൂറോപ്പ് എന്നുള്ള ആ ഒരു പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോർഷൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്സുകളും നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഇപ്പൊ നമ്മൾ അതെല്ലാം തന്നെ നമ്മൾ പഠിച്ച്, അതായത് ലൈക്ക് നമുക്ക് ഓരോ പോർഷനിലും വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ഇപ്പൊ ഒരുപാട് സോഴ്സസ്, ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1ലേക്ക് വരികയാണെങ്കിൽ സോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വേദിക് പീരീഡ്, ഏർലി വേദിക് പീരീഡും മെറ്റോ വേദിക് പീരീഡും ഇമ്പോർട്ടന്റ് ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, അതുപോലെ തന്നെ വുമൻസിന്റെ പൊസിഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം ആസ് 102 വരുമ്പോഴും ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റ് നമ്മുടെ അഗ്രികൾച്ചറിന്റെ ഇവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിന്റെ എല്ലാം തന്നെ നമ്മൾ പെക്യുലാരിറ്റീസ്, ഈജിപ്റ്റ്, ഗ്രീക്ക്, അതുപോലെ ഷാങ് സിവിലൈസേഷൻസ്, ഇൻക പോലുള്ള സിവിലൈസേഷൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പഠിക്കുക. ദെൻ 103 വരുമ്പോൾ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2 വരുമ്പോൾ അവിടെ നമുക്ക് എന്താണ് റീജിയണൽ ആയിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള റീജിയണൽ പവേഴ്സ് പഠിക്കാം. ലൈക്ക് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഉയർന്നു വന്നിട്ടുള്ള കുഷാനാസ്, അതേപോലെ തന്നെ നമ്മൾ എന്താണ് ശതവാഹനാസ്, ദെൻ സാഗാസ്, ക്ഷത്രവാസ്, ഇവരെ പറ്റിയൊക്കെ പഠിക്കുക. അതേപോലെ സൗത്ത് ഇന്ത്യയിലും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ള ഡൈനാസ്റ്റീസിനെ പറ്റി നോക്കുക. ദെൻ അതിനുശേഷം ഗുപ്ത പീരീഡ് പഠിക്കുക. ദെൻ പോസ്റ്റ് ഗുപ്ത പീരീഡും കൃത്യമായിട്ട് നോക്കുക. ദെൻ ആ സമയത്ത് ഉണ്ടായിരുന്ന കൾച്ചറൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ്, ആർക്കിടെക്ചറൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ്, ദെൻ പൊസിഷൻ ഓഫ് വുമൺ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാം. ദെൻ 104 വരുമ്പോൾ റോമൻ സിവിലൈസേഷന്റെ ഒരു എമർജൻസ്, ദെൻ അവരുടെ ഒരു ഫ്ലറിഷിംഗ് പീരീഡ് നോക്കുക. ദെൻ അവരൊരു ഡിക്ലൈൻ പഠിക്കുക. ദെൻ ഫ്യൂഡലിസം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ഫ്യൂഡലിസം കവർ ചെയ്യുക. അതിനുശേഷം ആഫ്റ്റർ മെത്ത് ഓഫ് ഫ്യൂഡലിസം, ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, ആ ഒരു ലാസ്റ്റ് ഫേസ് ഒക്കെ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടോട്ടലി കവർ ചെയ്യുക. അപ്പൊ ഇതിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന പേപ്പറിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നോക്കുക. അതും 6 ക്രെഡിറ്റിനാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ വരുമ്പോഴും എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും അതിന് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് PYQ സെഷൻസ്, അതേപോലെ തന്നെ ലേൺ വൈസിന്റെ നമ്മുടെ ക്ലാസ്സുകളും ദെൻ ലൈവ് സെഷൻസ് ഒക്കെ വീണ്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ദെൻ 4-year കോഴ്സിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ് സ്കിൽ ബേസ്ഡ് എലക്റ്റീവ് പേപ്പേഴ്സ് ആണ് അല്ലെ കൂടുതലായിട്ടും വരുന്നത്. സ്കിൽ ബേസ്ഡ് എലക്റ്റീവ് പേപ്പേഴ്സിൽ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഏതൊക്കെയാണ്, നമുക്ക് ഇത് വരുന്നുണ്ട്, അതായത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് വരുന്നുണ്ട്, എന്റർപ്രണർഷിപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്താണ് നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മുടെ സ്കില്ലബിലിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് തരുന്ന ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഹയർ ഫീൽഡിലോട്ട് വരണമെങ്കിൽ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് നമ്മുടെ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീ ഫാക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഈ ഒരു സ്ഥലങ്ങളിൽ, അതായത് എന്റർപ്രണർഷിപ്പിന്റെ സ്ട്രാറ്റജീസിലാണെങ്കിലും സെയിൽസ് ടെക്നിക്സിലാണെങ്കിലും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡും കൂടി മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ പഠിക്കാം. അതിന്റെ പല കേസ് സ്റ്റഡീസും നമ്മൾ റെഫർ ചെയ്യുക. അതേപോലെ തന്നെ വരുന്ന കീ ടേംസിന്റെയും ഡെഫിനിഷൻസും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഈ സബ്ജക്ട്സുകൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ ചില സബ്ജക്ട്സിനൊക്കെ ഈ സ്കില്ലബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിലൊക്കെ പലതിനും ഒക്കെ 4 ക്രെഡിറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് എത്രയാണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ദെൻ ഈ പറയുന്ന ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സും അതേപോലെ കോർ സബ്ജക്റ്റുകളും 6 ക്രെഡിറ്റിന് വരുന്നതാണ്. അപ്പൊ അതിനെ ടാലി ചെയ്യുന്ന രീതിയിൽ
നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ആ പേപ്പേഴ്സ് കവർ ചെയ്യാം. സ്കിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും എന്താണ് ഈ പറഞ്ഞൊരു പ്രാക്ടിക്കൽ ലെവലിൽ ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് നടക്കുന്നത്, ഒറിജിനലി ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പുതിയ ഒരു ടെക്നോളജിക്കലി ഇല്ലെങ്കിൽ എന്താണ് ആധുനിക കാലത്ത് നിലനിൽക്കുന്ന ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം ഈ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് നോക്കാനുള്ളത് ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാം ഈ ഒരു പേപ്പേഴ്സ് ഒക്കെ കൂടിയിട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിനായിട്ട് വേണ്ടത്, ഇനിയിപ്പോ നമുക്ക് കുറച്ച് സമയം നമ്മുടെ മുൻപിലുള്ളൂ. പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, അവർ അവരുടെ രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ. അല്ല, നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി തുടങ്ങാനാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായിട്ടൊരു സ്റ്റഡി സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ക്രെഡിറ്റിനനുസരിച്ചിട്ട് നമ്മുടെ കോർ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട്. ഇപ്പൊ പലരും എന്താണ് പല എൻഗേജ്മെന്റ്സിന്റെ ഇടയിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് എല്ലാ സബ്ജക്ട്സും ഈക്വൽ ആയിട്ട്, അതായത് ക്രെഡിറ്റിനനുസരിച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കേ അറിയാൻ സാധിക്കുള്ളൂ അല്ലെ. ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊരു സ്റ്റഡി സ്കെഡ്യൂൾ, ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എക്സാം വരയ്ക്ക് വേണ്ടിയിട്ട്. അത് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഇനി വളരെ കുറച്ച് ഡേയ്സേ ഉള്ളൂ നമ്മുടെ എക്സാംസിന്. ഈ ഒരു കുറച്ച് ഡേയ്സിലെല്ലാം നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇന്ന് തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈൻഡ് മാപ്സ്, ടൈം ലൈൻസ് പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന ടെക്നിക്സ് ആണ്. അതായത് ഇപ്പൊ പലപ്പോഴും ലൈവ് സെഷൻസിലൊക്കെ ഞാൻ നോട്ട് ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ലേണേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സൈറ്റുകളൊക്കെ, ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ സൈറ്റുകള്, അതേപോലെ തന്നെ വേദിക്കിന്റെ സൈറ്റുകൾ ഒക്കെ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ആക്കി ഫോം ചെയ്യുക. ആ സൈറ്റ്സും അത് കണ്ടുപിടിച്ചിട്ടുള്ള വർഷങ്ങളും ദെൻ അതിന്റെ പെക്യുലാരിറ്റീസും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഒരു ടേബിൾ ആക്കിയിട്ട് അത് പഠിക്കുക. അപ്പൊ കുറച്ചും കൂടി നമുക്ക് സൈറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ടൈം ലൈൻ കൃത്യമായിട്ട്, ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു ഏർലി മിഡിയയിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടൈം ലൈൻ കിട്ടും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ എസ്സേസിലൊക്കെ കൃത്യമായിട്ടുള്ള ടൈം, കൃത്യമായിട്ടുള്ള സൈറ്റ്, കൃത്യമായിട്ടുള്ള ഹിസ്റ്റോറിയൻസ്, അങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ആൻസറിന് മാർക്ക് കിട്ടാനുള്ള ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആണ്. അപ്പൊ അതെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്,
നമ്മുടെ ലേണേഴ്സ് റോള്. നോട്ട് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഒരു 2-3 പേപ്പർ ഒരു പേനയ്ക്ക് അതായത് കളർ പെൻ യൂസ് ചെയ്തിട്ട് ടൈം ഇൻ ദ സെൻസ് ഇയർ ഇല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇങ്ക് യൂസ് ചെയ്യുക. അതേപോലെ സൈഡ്സിന് വേറൊരു ഇങ്ക് യൂസ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ആളുകൾക്ക് ഇപ്പൊ രാജാക്കന്മാരുടെ ഒരു ഇത് നോക്കുകയാണ്, ഓർഡർ നോക്കുകയാണെങ്കിലും അവർക്കൊക്കെ വേറൊരു പെൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എസ്സേസിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഈ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഓരോ ഡൈനാസ്റ്റിയുടെയും കൃത്യമായിട്ട് ഓരോ രാജാക്കന്മാരുടെ ടൈം പീരീഡ് ഓരോ ഡൈനാസ്റ്റി പഠിച്ചു കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ അത് പിന്നീട് നമുക്ക് റിവിഷൻ ടൈമിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഇതൊക്കെ നോക്കി കഴിയാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന എല്ലാ സംഭവങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചതിന് ശേഷം അത് അവിടെ ഇട്ട് പോകാതെ അത് റീകോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ ഈ ഇഗ്നു എക്സാംസ് എഴുതാൻ വരുന്ന ഒട്ടുമിക്ക ആളുകളും പല രീതിയിലും എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, പല മേഖലകളിൽ നിൽക്കുന്നവരായിരിക്കും. നമുക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രെസ്സുകളും കാര്യങ്ങളും ഓൾറെഡി ഉണ്ട്. അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടു പിന്നെ പോയി എക്സാമിന് എഴുതാം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിലെ കുറെ ഭാഗങ്ങളൊന്നും നമുക്ക് ഓർമ്മയിൽ വരില്ല. ഇത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ആകെ സാധിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, അത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം പിറ്റത്തെ പ്രാവശ്യം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഓൾറെഡി മുൻപ് റിവൈസ് ചെയ്തിട്ട കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ അന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫസ്റ്റ് ഒക്കെ ഡേയിൽ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കുമായിരിക്കും. സെക്കൻഡ് പഠിക്കാൻ നേരത്തെ നമ്മൾ എടുക്കും, അയ്യോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ തോന്നിയിരിക്കും. പക്ഷെ പിന്നെ പിന്നെ അതൊരു ശീലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിക് എടുക്കുമ്പോഴേക്കും നമ്മുടെ ആ പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ വരാനായിട്ട് തുടങ്ങും. അതേപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി നോക്കുക. കൃത്യമായിട്ട് നമുക്ക് ആ പോയിന്റ്സ് ഓർമ്മയിൽ വരുന്നുണ്ടോ, സമയത്തിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പേർക്ക് ഗ്യാപ്പ് ഉണ്ടായിരിക്കും എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്. ഗ്യാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ പോലും 20 മാർക്കിന്റെ എസ്സേസ് ഒക്കെയാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും വലിയൊരു സമയമല്ല. കൃത്യമായിട്ട് എല്ലാ എസ്സേസും ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ടൈറ്റ് സ്കെഡ്യൂൾ തന്നെയാണ് 3 hours എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു എസ്സേ ക്രിയേറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇപ്പോൾ ലേൺ വൈസിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകിച്ചും കുറേ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ലൈവ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നോട്ട്സും നമ്മൾ വായിച്ചിട്ടുണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ നമുക്ക് അതിനായിട്ട് സാധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വളരെ ഭംഗിയുള്ള ഒരു എസ്സേ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് വേണം. അതേപോലെ തന്നെ പോയിന്റ്സ് റീകോൾ ചെയ്യാനും നമ്മുടെ കൈ അതിനനുസരിച്ച് ബ്രെയിൻ തരുന്ന ഇൻഫോർമേഷൻസ് അതിനനുസരിച്ച് എത്തിക്കാനായിട്ടും സാധിക്കണം. സോ ഇത് റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാം നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, വൺസ് ഇൻ എ വീക്ക് ഒരു 2 എസ്സേ എങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വരുന്നത് എക്സാം ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എക്സാം ഡേയിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം പോവാനായിട്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടത്, നമ്മൾ ടെൻസ്ഡ് ആയിട്ട് ഒന്നും മറന്നു പോകാനോ ഒരു ഹരിബറി ഒന്നും പാടില്ല. വളരെ കൂളായിട്ട് കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ എക്സാം ഹാളിൽ എത്തുക. എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മുടെ ID കാർഡ് പോലെയുള്ള നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, ഹാൾ ടിക്കറ്റ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ട് എഴുതാനുള്ള പെൻ, ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മൾ വളരെ നേരത്തെ എത്തുക. ദെൻ ക്ലാസ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ലാസ്റ്റ് സമയത്തൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹാള് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഇതൊന്നും ഉണ്ടാവരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ദെൻ പെൻ ആവശ്യത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. പിന്നെ ആവശ്യം നമ്മുടെ ഡീഹൈഡ്രേഷൻ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, വെള്ളം കൈ പിടിക്കുക, നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യും. ഒരുപാട് ഹെവി ഫുഡൊന്നും കഴിക്കാതിരിക്കുക, തീരെ കഴിക്കാതിരിക്കുകയും ചെയ്യരുത്. നമ്മൾ അവിടെ ചെന്ന് തല കറങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഹെൽത്തി ആയിട്ട് പോവുക, റിലാക്സ്ഡ് ആവുക. കാരണം
ഇവിടെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ സ്മൂത്ത് ആയി ചെല്ലുക, ഫുൾ ഓഫ് ടൈമിന് മുന്നേ കൃത്യം സമയത്ത് എത്തിച്ചേരാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ട് ദെൻ നമ്മൾ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആൻസറിൽ പ്രസന്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എസ്സേസ് ഒക്കെ ഒരു 4 to 5 പേജസ് വരെ, മിനിമം ഒരു 4, മാക്സിമം ഒരു 5 എന്നുള്ള രീതിയിൽ പേജസിൽ നമ്മൾ എഴുതുക. ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ ഒരു 2 to 2.5 പേജസിൽ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ദെൻ കൃത്യമായിട്ട് ടൈമിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓർക്കുക, നമുക്ക് 100ൽ വരുന്ന ഇപ്പൊ കോർ സബ്ജക്ട്സിലൊക്കെ ആണെങ്കിൽ 100 മാർക്കിൽ 20 മാർക്കിന്റെ എസ്സേസ് ഒക്കെയാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പേപ്പർ പിന്നെ നോക്കുന്നത് 80 ആയിരിക്കും. കാരണം ആ 20 മാർക്ക് ഫുള്ളി പോയി, അവിടെ നമ്മളൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ടുള്ള ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാം. ഒരുപാട് അറിയുന്ന ആൻസർ ആദ്യം നമ്മൾ എഴുതുന്നത് ഇറ്റ്സ് വെരി ഗുഡ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതുമ്മേ സ്റ്റക്ക് ഓൺ ചെയ്ത് ഇരിക്കരുത്. കാരണം നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, എഴുതിയിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ഒരു സ്ട്രക്ചറിൽ അത് അവസാനിപ്പിക്കുക. അതായത് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക, ദെൻ അതിന്റെ ബോഡി പാർട്ട് എഴുതുക, ദെൻ കൺക്ലൂഷൻ ഇന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ട് അത് അവസാനിപ്പിക്കുക. അങ്ങനെ ഷോർട്ട് ആൻസേഴ്സും അങ്ങനെ നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ ഇരുന്ന് നമ്മൾ അറിയാതെ സമയം പോകും. അപ്പൊ അത് ഉണ്ടാവരുത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. നമുക്ക് ഒട്ടും അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ട്രൈ ചെയ്യുക. കിട്ടുന്ന മാർക്ക് നമുക്ക് ബോണസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഡേ തൊട്ടിട്ട് നമ്മൾ എന്താ പറയാ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ തൊട്ടിട്ട് നമ്മുടെ എക്സാം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് വായിക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് നേടാനായിട്ട് സാധിക്കും. എപ്പോഴും ടെൻഷനടിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കരുത്. കൃത്യമായിട്ടുള്ള ബ്രേക്സ് ഒക്കെ എടുത്ത് റിലാക്സ്ഡ് ആവാനായിട്ട് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേൾക്കുക, മറ്റു പല ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ടെൻഷൻ ഒന്നും നമ്മൾ എടുക്കാതിരിക്കുക. ജസ്റ്റ് ആൻ എക്സാം. നമ്മുടെ എത്രത്തോളം നമ്മൾ BA ഹിസ്റ്ററിയിൽ ഇത്രയും പോർഷൻസ് പഠിച്ചു എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അതിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് ഇത്രയും അറിവ് നേടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ കൂളായിട്ട് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ആയിരിക്കണം. അവിടെ ഒരു കോംപ്രമൈസിന് തയ്യാറാവരുത്. നമ്മൾ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാംസിന്റെ സമയത്ത് എന്താണ്, നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. മാത്രല്ല ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ അച്ചീവ് ചെയ്യും. കാരണം ഇപ്പോ പഠിക്കാനായിട്ട് തീരുമാനിക്കുന്ന പലരും ഒരുപാട് ചലഞ്ചസ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം എന്തായാലും തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷൻ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഈ ചലഞ്ചസിന്റെ ഒക്കെ അപ്പുറത്ത് നമുക്കൊരു വിജയം രുചിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മാക്സിമം ഒരു ഇത് കൊടുക്കുക, ഹാർഡ് വർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ തന്നിട്ടുള്ള നോട്ട്സ്, വാനിറ്റി, അതേപോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലൈവ് സെഷൻസിന്റെ വീഡിയോസ് ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാണുക. അതേപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ദെൻ അങ്ങനെ മുന്നോട്ടേക്ക് പഠിക്കുക, എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് വേണം, ഇല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടും BA ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്.
ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.